പടം മരണമാസമായിരുന്നു. തലയെന്ന് വെച്ചാൽ ജീവിതത്തിൽ കാണാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. സീറ്റിലിരിക്കാൻ പറ്റുന്നില്ല. അവർ ഡാൻസ് കളിക്കണം എന്നത്തെ ഒരു ഇതായിരുന്നു. എങ്ങനെയുണ്ട് ഫാൻ ബോയ്സ് സംഭവം? ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിച്ചു പൊളിച്ചു. സീറ്റിൽ ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഇരുന്ന് വെച്ചാൽ എണീറ്റ് പുള്ളി കുതിക്കണം പോലെ ഉണ്ടായിരുന്നു. നന്നായിട്ട് മോനൊക്കെ എൻജോയ് ചെയ്തു. അവൻ ഫുൾ ടൈം അവൻ ഡാൻസ് കളിക്കട്ടെന്ന് ചോദിച്ചോണ്ടിരുന്നു. മോനെ എങ്ങനെയുണ്ട് പടം? മോനെ എങ്ങനെയുണ്ട്? എപ്പി ഇருக்கு പടം? തല എപ്പി ഇരിക്കാതെ? Basically, no words. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം എ വെരി ബിഗ് തല ഫാൻ. ഓൾമോസ്റ്റ് കുറേ ഇയേഴ്സിന്റെ വെയിറ്റ് ആയിരുന്നു ഒരു ഫുൾ ഓൺ എന്റർടൈൻമെന്റ് പടം കാണണം എന്നുള്ള. ഞാൻ സെക്കൻഡ് വാച്ച് ആണ്, ലിറ്ററലി സെക്കൻഡ് വാച്ച് ആണ്. ഫസ്റ്റ് ഷോ കണ്ടായിരുന്നു. ലൈക് ടിയേഴ്സ് ഇൻ മൈ ഐസ്. നിങ്ങൾക്ക് സൂക്ഷിച്ചറിയായിരിക്കും. ലൈക് പീക്ക് ഗൂസ് ബംസ് മൊമെന്റ് ആണ്. അധിക് റിയലി കുക്ഡ്. ആസ് എ ഫാൻ ബോയ് ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഇതുപോലെ പടം കാണുന്നുണ്ട്. എനിക്ക് അറിയണമല്ലോ, ഹി മേ ബി ടേക്കിംഗ് എ ലോങ് ബ്രേക്ക്, ഒരു 2 year ബ്രേക്ക് എടുക്കുമെന്ന് കേൾക്കുന്നുണ്ട്. ബട്ട് ഇത് മതി, 2 ദിവസത്തേക്ക് ഓടാൻ ഇത് മതി. സോ ഹാപ്പി. தலை ஃபேன்ஸ் ஆப்வியஸ்லி எல்லாருமே செலிப்ரேட் பண்ணுற ஒரு தலை ஃபேன்ஸ்க்கு இது 200% ஒர்த்தாக இருக்கும். சீரியஸ்லி നോർമൽ ഓഡിയൻസിന് പിടിക്കുമോ പടം? நார்மல் ஆடியன்ஸ் ஐ டோன்ட் நோ அபவுட் தேம் பட் ஆஸ் அ தலை ஃபேன் ஆப்வியஸாக எல்லாருக்கும் செலிப்ரேட் பண்ணுவாங்க. இட்ஸ் லைக் விண்டேஜ் ஏகே பேக் அந்த மாதிரி பார்த்த மாதிரிയുള്ള ഒരു டெஃபினட்டா எல்லாரும் செலிப்ரேட் பண்ணுவாங்க தலை ஃபேன்ஸ். വട്ടം പാടിയ இது தேர்ட் டைம். സൂപ്പർ നല്ല പടം അജിത്തിന്റെ. പക്കായിരുന്നു. സൂപ്പർ പടമാണ്. അടിപൊളി പക്കാ പടം പോലെ നല്ല പടം. സൂപ്പർ നല്ല. ഇത് 2 ഉണ്ടായിരുന്ന നമുക്ക് ഇതേക്കാട് സൂപ്പർ ആയിരിക്കും. മമ്പ പടമാണ്. അജിത്ത് കൊള്ളാം, പക്ഷേ അർജുൻ ദാസ് സ്റ്റോൾ ദ ഷോ. മൊത്തത്തിൽ എങ്ങനെയായിരുന്നു? പണ്ട് തന്നെയാണ്. മാസാണ്. കഥ വലുതായിട്ടില്ല, ബട്ട് മാസാണ്, എന്റർടൈനിങ് ആണ്. എങ്ങനെയുണ്ട് ആദ്യം ഡയറക്ഷൻ? ഡയറക്ഷൻ ഇസ് ഗുഡ്. സംതിങ് സിമിലർ ടു മാർക്ക് ആന്റണി. നല്ലതായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ ഒരു സ്റ്റണ്ടും അതൊക്കെ കുറച്ച് കൂടുതലായോ എന്ന് തോന്നി. പക്ഷെ സ്റ്റോറി ഒരു ചെറിയ സ്റ്റോറി ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, നല്ലതായിട്ടുണ്ട്. ഒരു ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെടുമോ പടം? ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അജിത്തിനെ ഇഷ്ടമാണോ? ഡാൻസ് ഗുഡ് ബൈ ഡാക്ലി സൂപ്പറാണ്. ഫുൾ ഒരു ഫാൻ പക്ക എക്സ്പീരിയൻസ്. ഒരു ഫാനിന് അജിത്തിന്റെ ഇത്രയും കാലം കണ്ട എല്ലാ സിനിമയും വെച്ചിട്ട് ഒരു മാഷപ്പ് പടമാണ്. പക്ഷെ എല്ലാം കൊണ്ട് ഒരു അടിപൊളി സിനിമ. തിയേറ്ററിൽ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയ പടം. തിയേറ്റർ ഫാൻസിന്റെ ഒപ്പം ഇരുന്ന് കാണണം, എങ്കിലേ ആ ഒരു വൈബ് കിട്ടും. അല്ലാതെ കണ്ടിട്ട് ഒരു മീൻസ് എല്ലാവർക്കും പിടിക്കണമെന്നില്ല. കാരണം അജിത്ത് ഫാൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സിനിമയാണ്. അത് അതിന്റെ രീതിയിൽ ഇരുന്ന് കാണണം. അപ്പൊ അതനുസരിച്ച് ഫുൾ നല്ല പടം. തുള്ളുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതിനുള്ളതും ഉണ്ട്. പക്ഷേ കൂടുതലും നമ്മൾ അജിത്ത് ഫാൻസിന്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ അതിൻ്റെതായ ഒരു ഫീൽ കിട്ടും. എന്തായാലും കൊടുക്കണ പൈസക്ക് മുതലാണ്. ഒരു ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെടുമോ? ഗുഡ് ബൈ ഡഗ്ലി. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. അടിപൊളി. 2.5 മണിക്കൂർ എടുക്കുന്ന വൈബ്. നല്ല മൂവിയാണ്. നല്ല മൂവിയാണ്. കുറെ കാലത്തിന് ശേഷം അജിത്തിന്റെ ഫുൾ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയത്. ലോജിക്കൊന്നും നോക്കരുത്. ഒരു ഫാൻ ബോയ് സംഭവമാണ്. സംഭവം നല്ല 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 രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ആക്ഷനും നോർമൽ ഓഡിയൻസ് ഇഷ്ടപ്പെടുമോ? നോർമൽ ഓഡിയൻസ് ഇഷ്ടപ്പെടാം എന്നാണ് എൻ്റെ വിശ്വാസം. അറിയില്ല, ചിലപ്പോൾ ഫാൻസിനാണ് കുറച്ചുകൂടെ ഫാൻസ് ഓറിയന്റഡ് മൂവിയാണ്. പക്ഷേ ആക്ഷനും കോമഡിയൊക്കെ ഉണ്ട്. ലോജിക്ക് നോക്കാതെ ഒരു 2.5 മണിക്കൂർ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമ. ഒരു തിയേറ്റർ ഓളമായിട്ട് കണ്ടിരിക്കാൻ പറ്റും. തിയേറ്റർ നല്ല ഓളമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമ ഫുൾ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. കുഴപ്പമില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ വന്നോണം കാണാൻ. അതിൻ്റെ എല്ലാ മൂവീസും അതിൻ്റെ റെഫറൻസ് എല്ലാം ഉണ്ട്. ഫാൻസ് കൂടെയാണ്. ഫാൻസർക്ക് നല്ല ഇഷ്ടപ്പെടും. ബാക്കിയുള്ളവർക്ക് കുറച്ച് ആവറേജ് ഫീൽ ചെയ്യും. പക്ഷെ ഗൂസ് ബംസ് മൊമെന്റ്സ് കുറേ ഉണ്ടോ. നോർമൽ ഓഡിയൻസിന് കാണാൻ പറ്റും, പക്ഷെ അവർക്ക് അത്ര ഹൈ ആയിട്ട് തോന്നത്തില്ല. ആ പടം കൊള്ളാം, സൂപ്പറാണ്. മങ്കാത്തിക്ക് ശേഷം തിയേറ്ററിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പടമാണ്. തല ആറാട്ടിക്കാണ്. കൊള്ളാം, വിജയിക്കും. നല്ല പടമാണ്. കുഴപ്പമില്ല, ഒരു തവണ കാണാം. തിയേറ്ററിൽ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റും. കുഴപ്പമില്ലായിരുന്നു. അജിത്തിന് കണ്ടോണ്ടിരിക്കാം. ഫാൻസ് ഇഷ്ടപ്പെടും. തിയേറ്ററിൽ കാണാൻ പറ്റും. എങ്ങനെയുണ്ട്? അജിത് കുമാർ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പടം. സ്കൂപ്പ് പടം കാണുന്ന വൈബ് ഇരുന്ന് കണ്ട നന്നായി ഇഷ്ടപ്പെട്ടു. അടിപൊളി. അടിച്ചു പൊളിച്ച് കാണാം. അടിച്ചു പൊളിച്ചോ.